ലെവിൻ, തൃശ്ശൂരിൽ പലയിടത്തും മഴക്കെടുതിയിൽ രൂക്ഷമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ മഴയുള്ളത്? ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ഉൾപ്പെടെയുള്ള സാഹചര്യം, മഴക്കെടുതികളുടെ ആഴമെത്ര? എന്നുള്ളതാണ്. പുലർച്ചെ മുതൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പല സ്ഥലങ്ങളിലുമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇടവിട്ട് തന്നെയാണ് മഴ പെയ്യുന്നത്. ജില്ലയുടെ എല്ലാ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളിലെ എല്ലാം ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഭാരതപ്പുഴ, ഗായത്രിപ്പുഴ, അതോടൊപ്പം തന്നെ ചാലക്കുടിപ്പുഴ തുടങ്ങി കരുവന്നൂർ പുഴ അടക്കമുള്ള പുഴകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ, അതായത് ഇറിഗേഷന്റെയും KSEBിയുടെയും അണക്കെട്ടുകൾക്ക് പുറമെ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകൾ കേരള ഷോളയാറും പെരിങ്ങൽകുത്തുമാണ്. പെരിങ്ങൽകുത്തിൽ 53% ഇപ്പോൾ സംഭരണശേഷി ഉള്ളത്. അതായത് 53% വെള്ളമാണ് ഡാമിന്റെ സംഭരണശേഷിയിൽ ഇപ്പോൾ ഉള്ളത്. അത് വലിയ രീതിയിൽ തന്നെ മഴ തുടർന്നാൽ ഉയരാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടിയാണ് ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ കേരള ഷോളയാറിൽ 24% സംഭരണശേഷിയുടെ ഭാഗമായി ജലം ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അണക്കെട്ടുകൾ കാര്യമായി തന്നെ ജില്ലയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒരു മുൻ അനുഭവം ജില്ലയെ സംബന്ധിച്ചുണ്ട്. പീച്ചി അണക്കെട്ട് നിയന്ത്രണ വിധേയമായി തന്നെ തുറന്നുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പല പ്രദേശങ്ങളെയും വെള്ളത്തിനടിയിലാക്കാൻ ഇടയാക്കുകയും ചെയ്തു. പ്രളയഭീതി ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലൊരു അനുഭവം ഇത്തവണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. മറുവശത്ത് തീരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മുനക്കിക്കടവുള്ള മേഖലകളിൽ വേലിയേറ്റവും കടൽക്ഷോഭവും ഒക്കെ നേരിയ തോതിൽ ഇപ്പോൾ ഈ മഴ തുടങ്ങിയ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴയും കാറ്റും ശക്തമായ തീരദേശ മേഖലകളിൽ കടൽക്ഷോഭത്തിന്റെ സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളെല്ലാം ജില്ലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ താരതമ്യേന വലിയ അപകടങ്ങളില്ലാത്ത നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മഴ വളരെ വലിയ തോതിൽ പെയ്യുന്നുണ്ടെങ്കിലും ഇടവിട്ട് പെയ്യുന്നത് പലപ്പോഴും പല ഇടങ്ങളിലും ആശ്വാസമാണ്. അതേസമയത്ത് മഴക്കെടുതികളും ജില്ലയിൽ അതിശക്തമായി തന്നെ പല മേഖലകളിലും തുടരുകയാണ്. മാളയിലും അന്നമടയിലും ഒക്കെയായി മരം കടപുഴകി വീണിട്ടുണ്ടായിട്ടുള്ള അപകടങ്ങൾ ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള താരതമ്യേന ശക്തി കുറഞ്ഞ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയിലെ കാര്യങ്ങൾ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നോക്കിക്കാണുന്നത്. മഴ കനച്ചാൽ കൂടുതൽ സാഹചര്യങ്ങൾ ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തൃശ്ശൂരിലെ വിവരങ്ങളാണ് ലെവിൻ പങ്കുവച്ചത്.